ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓവൻ ഇല്ലാത്തവർക്കും വീട്ടിൽ പിസ്സയൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്ന് ഫ്രൈങ് പാനിലാണ് പിസ്സ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളം എടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാനായി ശ്രദ്ധിച്ചേക്കണം. ചൂട് ഒട്ടും കൂടി പോകരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈസ്റ്റും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ഒറിഗാനോ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആക്റ്റീവായി വന്നിട്ടുള്ള ഈസ്റ്റ് കൂടിയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മൈദ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാൾ അല്പം കൂടി ലൂസായിട്ടുള്ള ഒരു മാവാണ് തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 1/4 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റ് ഒരളവാണ്. ഇപ്പോൾ മാവൊക്കെ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിൽ ഈ ബൗളിലേക്കും മാവിൻ്റെ മുകളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സമയം പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി പിസ്സ സോസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും അതോടൊപ്പം പിന്നീട് ഒരു പകുതിയും തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. പ്രഷറൊക്കെ പോയിത്തീരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ തൈരും അതേപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കളർ കുറവായതുകൊണ്ട് ഒരല്പം കൂടി ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. പ്രഷറൊക്കെ പോയിട്ട് ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ തക്കാളിയുടെ സ്കിന്നൊക്കെ അങ്ങ് മാറ്റിയെടുക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് വെള്ളത്തോടു കൂടി തന്നെ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചെറുതായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ കൂടിയാണ്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസും കെച്ചപ്പും ഒന്നും കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറുകി പാനിൽ നിന്നും വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്.
ഇത് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി പാനിൽ നിന്നും കോരി മാറ്റുകയാണ്. ഒന്നര മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ തന്നെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടുന്നതാണ്. കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഫ്രൈ പാനിലേക്ക് വെച്ചിട്ട് ഞാൻ കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. കുറച്ചൊരു കട്ടിയോടുകൂടി വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം തന്നെ ഞാനൊരു ദോശക്കല്ല് പ്രീ ഹീറ്റ് ചെയ്യാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പരത്തി വെച്ചിട്ടുള്ള മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. പിന്നീട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഒറിഗാനോ കൂടിയാണ്. പിസയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒറിഗാനോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുത്തേക്കണേ. ഈ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ മാവിലൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ചുകൂടി മൊസറല്ല ചീസ് നമുക്കിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ചൂടാകാൻ വെച്ചിട്ടുള്ള ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാനിനെ നല്ലതുപോലെ കവർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരടപ്പ് കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ 12 മിനിറ്റ് സമയമായപ്പോഴേക്കും പിസയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ആ മുകളിലത്തെ ചീസൊക്കെ നന്നായി തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ, കഴിക്കാനും അതേപോലെ തന്നെ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് ഇതാ വലിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഓവനൊന്നുമില്ലാതെ വീട്ടിലുള്ള പാനിൽ തന്നെ നമുക്ക് പിസ്സ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അടിഭാഗം കണ്ടില്ലേ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ പിസ്സ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമാകും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.